ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിൽ ഡിഐജി വി ജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് ഇന്ന് സമർപ്പിക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാൻ സാധ്യത. ജയിൽ ചാട്ടം മറ്റു തടവുകാർക്ക് അറിയാമായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ തടവുകാരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സുനിൽ, ഇതുവരെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമികമായി നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അപ്പോൾ തന്നെ ഇന്ന് ഇപ്പോൾ സഹതടവുകാരെ ചോദ്യം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ടല്ലോ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഉത്തരമേഖല ജയിൽ ഡിഐജിയോട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിൽ മേധാവി ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് തൊട്ടു മുമ്പായി ഒരു പ്രാഥമിക റിപ്പോർട്ട് ജയിൽ ഡിഐജി ജയിൽ മേധാവിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി വ്യക്തം തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഓരോരോ കാരണങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇത്തരമൊരു റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് ഡിഐജി കൈമാറിയത്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് ജയിൽ മേധാവിക്ക് സമർപ്പിക്കുക. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച ഉണ്ടായിട്ടുള്ള കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലടക്കം അന്തിമ തീരുമാനമുണ്ടാകൂ. ഇതിന്റെ ഒരു പ്രാഥമികമായ റിപ്പോർട്ടിൽ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. നിലവിൽ 4 പേർക്കെതിരെ മാത്രമാണ് നിലവിൽ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടെ ആ സമയത്ത് പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെയാണ്. അതിനപ്പുറത്തേക്ക് DB ബ്ലോക്കുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനടക്കം ആളുകൾക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. എന്തായാലും ജയിൽ മേധാവി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജയിൽ മേധാവി വരും ദിവസങ്ങളിൽ ആ നടപടികളിലേക്ക് കടക്കുക. അതിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ അന്വേഷണം ഒരു മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പ്രാഥമികമായ പരിശോധന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ കേസ് അന്വേഷിക്കുന്ന ടൗൺ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയിരുന്നു. അതിനുശേഷം അവർ ഈ ചോദ്യം ചെയ്യാനുള്ള ആളുകളുടെ മൊഴിയെടുക്കാനുള്ള ആളുകളുടെ വിശദമായ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ജയിൽ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തടവുകാരുണ്ട്. അത്തരം ആളുകളുടെ ഒരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവരെ ഇന്നു മുതൽ ചോദ്യം ചെയ്തു തുടങ്ങും എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ആ ചോദ്യം ചെയ്യൽ, അവരുടെ മൊഴിയെടുപ്പ് ഒക്കെ ഇന്നും നാളെയുമായി നീളാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ പോലീസിൽ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് സഹതടവുകാരന് മാത്രമല്ല, തൊട്ടടുത്ത സെല്ലിലുണ്ടായിരുന്ന മറ്റ് 2 തടവുകാർക്കും ഗോവിന്ദചാമി ജയിൽ ചാടുന്ന വിവരം അറിയാമായിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഒപ്പം ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അവരുടെ എല്ലാം മൊഴിയെടുക്കാനാണ്, അവരുടെയൊക്കെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ സംസ്ഥാന സർക്കാർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി മുൻ DGP ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘവും ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി ജയിലിലെത്തി ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.